നമ്മുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടെ ഉണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. കണ്ണുകൊണ്ടല്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹം. നടന്നു കയറുന്ന ചവിട്ടുപടികളിൽ ഒരാളുടെയും കണ്ണുനീറില്ലെന്ന് ഉറപ്പുവരുത്തണം. ഉയരങ്ങൾ കീഴടക്കുമ്പോൾ പിന്നിൽ ഒരാളുടെയും നെഞ്ചുപൊള്ളിയ ശാപമില്ലെന്നും ഉറപ്പുവരുത്തണം. അല്ലാത്തതൊന്നും നിലനിൽക്കില്ല. കണക്ക് പറഞ്ഞേ തീരൂ, കാലത്തിന് മുന്നിലെങ്കിലും. ആരെയും എന്തും പറയാം എന്ന് കരുതരുത്. ചിലപ്പോൾ അവർ പ്രതികരിച്ചു എന്ന് വരില്ല. എങ്കിലും എല്ലാം ഉള്ളിലൊതുക്കി നെഞ്ചു പിടഞ്ഞ് കരയുന്ന അവരുടെ കണ്ണുനീരിന് ദൈവം പകരം ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. ഒരുപാട് പണമുണ്ടായിട്ട് കാര്യമില്ല. നമ്മളൊന്ന് വീണുപോയാൽ എഴുന്നേൽപ്പിക്കാൻ ആ പണത്തിനാവില്ല. അതിനൊരു കൈത്താങ്ങ് തന്നെ വേണം. പണത്തിനേക്കാൾ മൂല്യം എന്നും മനുഷ്യബന്ധങ്ങൾക്കാണ്. സന്തോഷവും ദുഃഖവും എന്നും നിലനിൽക്കുന്ന ഒന്നല്ല. സന്തോഷമുള്ളപ്പോൾ അഹങ്കരിക്കേണ്ട. നാളെ ദുഃഖം വന്നേക്കാം. ദുഃഖം വരുമ്പോഴേക്കും ജീവിതം തകർന്നു എന്ന് വിചാരിക്കേണ്ട. നാളെ സന്തോഷവും വരും. നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലരുണ്ട്. എത്ര ദേഷ്യത്തോടെ സംസാരിച്ചാലും ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ. അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല, അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് സ്നേഹമാണ്. പരിഗണിച്ചിരുന്നവരാൽ അവഗണിക്കപ്പെടുമ്പോൾ പലപ്പോഴും സഹിക്കാനാവില്ല, പ്രത്യേകിച്ച് മനഃപൂർവ്വം ഒഴിവാക്കുമ്പോൾ. പക്ഷേ അതൊരു പ്രചോദനമാണ്, സ്വയം നഷ്ടപ്പെടാതിരിക്കാനും ജീവിതത്തിൽ തോൽക്കാതിരിക്കാനും. ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ്. അവിടെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്നില്ല, എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു. ജീവിതത്തിൽ തെറ്റുകളും അബദ്ധങ്ങളുമൊക്കെ സ്വാഭാവികം മാത്രമാണ്. അത് ന്യായീകരിക്കാൻ ശ്രമിക്കാതെ തിരുത്താൻ ശ്രമിക്കണമെന്ന് മാത്രം. സ്നേഹിക്കുന്നവരെല്ലാം നമ്മളെ അതുപോലെ തിരിച്ചും സ്നേഹിക്കും എന്നുള്ള ഒരു തോന്നലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. നിരന്തര പരിശീലനമാണ് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം. ഓരോ പ്രവൃത്തിയും നാളെ എന്നൊന്നില്ലാത്ത പോലെ ചെയ്തുകൊണ്ടിരിക്കുക. സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നത്? നടക്കുന്ന സമയമാണ് ഏറ്റവും നല്ല സമയം. കഴിയുന്നത്ര മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നാവാണ്. മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്തോറും നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലെ സമാധാനമായിരിക്കും. ഇനിയുള്ള കാലത്തെ സുന്ദരമാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ കഴിഞ്ഞതിനെ നമുക്ക് വീണ്ടെടുക്കാനും കഴിയില്ല. അതുകൊണ്ട് വർത്തമാനകാലത്തിന് പ്രാധാന്യം കൊടുക്കുക. അതിന് നമ്മുടെ നിരാശ തടസ്സമാവരുത്. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. ജീവിതത്തിലെ ദുഃഖങ്ങളോർത്ത് നമ്മൾ വിഷമിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. എന്നാൽ ഏതവസ്ഥയെയും തരണം ചെയ്യാനുള്ള മനസ്സോടുകൂടി ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങിയാൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ജീവിക്കുക ഓരോ നിമിഷവും ആരെയും തൃപ്തിപ്പെടുത്താനല്ല, നമ്മൾ നമ്മളായി ജീവിക്കുക. നമ്മൾ ഇവിടുന്ന് പോയാൽ ആർക്കും ഒരു നഷ്ടവുമില്ല എന്ന് മനസ്സിലാക്കണം. വാക്ക് ഒരു കത്തി പോലെയാണ്. തമാശയിൽ കുത്തിയാലും ദേഷ്യത്തിൽ കുത്തിയാലും മുറിയും. അതുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കുക.